ആ ചായ എടുത്താ. എനിക്കൊരു ചായ എടുത്താ. അമ്മാവൻ ഇപ്പോഴല്ലേ ഒരു ചായ കുടിച്ചത്? അത് കഴിഞ്ഞിട്ട് വലിയൊരു ജോലി ചെയ്തില്ലേ? എന്റെ കരിക്കല കിടക്കല്ലായിരുന്നോ? എനിക്ക് ചായ വേണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയല്ലായിരുന്നു. അയ്യോ ഇപ്പൊ അങ്ങോട്ട് കയറി പോയല്ലേ ഉള്ളൂ. പിന്നെ വീണ്ടും പെട്ടെന്ന് പോകുന്നെന്താ? ഏത് ഓഫീസിലാ ജോലി? അതെ, വലിയ ചിരിയൊന്നും വേണ്ട. ഈ ചിരിയൊക്കെ അങ്ങ് കറക്കും കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അത് തൽക്കാലം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമയമാകുമ്പോൾ വെളിപ്പെടുത്താം. അതെ, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാരുണ്ട്, അത് ഞങ്ങളങ്ങ് ചെയ്യും. അല്ലടാ ക്ലീറ്റസ്, അടക്കിപ്പോ എന്താ പറ്റിയത്? പറ്റാൻ പോണത് ആരാണെന്ന് നമ്മ നോക്കിക്കോ. എല്ലാം നമുക്ക് വൈകാതെ കാണാം. അല്ലടാ, നിങ്ങളുടെ പാർട്ടിയുടെ സെമിനാർ എങ്ങനെ ഉണ്ടായിരുന്നു? സെമിനാറാ? ആ, ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി വരൾച്ചയാണ് വരാൻ പോണത്. അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ച് അവരുടെ പാർട്ടിയുടെ സെമിനാർ കഴിഞ്ഞ് വരില്ലേ? എന്റെ പൊന്ന്, ആളെയും തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണെങ്കിലും സംഭവം ആള് പുലിയാണ്. പുലിയല്ലടാ, കഴുതപ്പുലി. പുലിയാണോ കഴുതപ്പുലിയാണോ നോക്കാൻ നമുക്ക് വൈകാതെ കാണാം കേട്ടോ. ഓ, എന്നാലും എന്റെ തങ്കത്തിനെ സമ്മതിക്കണം. ഡെയിലി ഈ വെള്ളയും കഞ്ഞി മുക്കി ഇങ്ങനെ തേച്ച് തരുന്നുണ്ടല്ലോ അവള്. അതെ അമ്മാവ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല സമയത്ത് കല്യാണം കഴിക്കണം, അതിന് യോഗം ഉണ്ടാവണം. അമ്മാവന് അത് ഇല്ല. ഓ, അന്റെ യോഗം എനിക്കറിയാം. എന്റെ തങ്കത്തിന് നീ അടിച്ചുകൊണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ വെണ്ണ് കെട്ടാണ്ട് അങ്ങനെ തെക്ക് മടക്കം നടന്നേനെ. അതിനകത്ത് അവളെ അന്തസ്സായിട്ട് ജീവിക്കണുണ്ട് എന്റെ ഇവിടെ കേട്ടാ. പിന്നെ അമ്മാവന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനുള്ള സമയം എനിക്കില്ല. ഇപ്പൊ എനിക്ക് എന്റെ അളിയനൊരു ചെറിയ സമ്മാനം കൊടുക്കാനുണ്ട്. ഞാൻ അതിന്റെ തിരക്കില്ല. ഇല്ല, ഞാൻ പോയിട്ട് വരട്ടെ, തരാം. കൊണ്ടുവരും. ഇവിടെ കാണണം, ഇവിടെ കാണണം. ഇവിടെ തന്നെ നിങ്ങൾ അനങ്ങരുത്. ഞാൻ കൊണ്ട് തരൂടാ. ഇവരിത് എന്ത് പറ്റി? ഇതിപ്പോ എങ്ങടാണ് പോയി പോണ്? ഫാൻസി സ്റ്റോറിൽ സമ്മാനം കൊണ്ട് എനിക്ക് ചായ എടുക്കടി. നേരത്തെ പറഞ്ഞ മറന്നുപോയാ? ഞാൻ കരിക്കലത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ പിണങ്ങി പോയല്ലേ വേണ്ടെന്ന്. എടാ, ഈ കമ്പനി എന്തിനാ ഈ സാധനമൊക്കെ ഇറക്കണത്? എന്തിനാ ഇറക്കണത്? ഈ നേതാവ് പറയണത് സത്യം തന്നെയാണോ? എടാ, ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്തോ കിട്ടാനാണ്? അതല്ല, ഇത്രയും വിദ്യാഭ്യാസമുള്ള ജമന്തിക്ക് ഒരു അംഗൻവാടിയുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട. അവൻ അമ്പിളിക്കുട്ടനോട് ഫോണിൽ സംസാരിക്കണത് എന്റെ കാത് കൊണ്ട് കേട്ടതാ. മാത്രമല്ല, ഈ അംഗൻവാടിയിൽ വർക്കേഴ്സിന് ഇപ്പൊ എത്ര രൂപ ശമ്പളം എന്ന വിചാരം? പഴയ പോലെ അല്ല, നല്ല പൈസയുണ്ട്. പിന്നെ അവിടെ നിന്ന് മറ്റേ പൊടികള്, അത് ഇത് ചപ്പ് ചവറ്, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോക്കാൻ പോവാല്ലോ. എന്ത് വന്നാലും ഇത് അംഗീകരിച്ച് കൊടുക്കണം നേതാവേ. ഇത് നമുക്ക് തകർക്കണം. അതെ, ഈ ക്ലീറ്റസ് ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു അഴിവ് നടക്കാൻ ഞാൻ സമ്മതിക്കൂല. അല്ല, എന്ത് ചെയ്യുന്നാലോചിച്ചു. അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ കനകന് പെങ്ങളോട് ഒരു സ്നേഹമല്ലാന്ന്. അല്ലെങ്കിൽ തങ്കം ചേച്ചിക്ക് കിട്ടേണ്ട ഈ ജോലിയല്ലേ ഇത്? കണ്ടോ, യവനത് തോന്നി. എന്റെ അളിയൻ അവളെ ആങ്ങളയ്ക്ക് അവന് തോന്നിയില്ല. സ്നേഹമുണ്ട് നാം വാ നടക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. ഒന്നുമില്ലടാ, ഇതൊക്കെ അഭിനയമാണെന്നേ ഇവന്മാരൊക്കെ കള്ളന്മാര്. അതല്ല, നേതാവിന് ഈ ജോലി എങ്ങനെയെങ്കിലും തിരിച്ച് തങ്കത്തിന് വാങ്ങിച്ചു കൊടുത്തൂടെ? അവിടെ അതിന് 50,000 രൂപ അവിടെ സെക്രട്ടേറിയറ്റിലെ കൂടെ കൊടുക്കണം. അതല്ലേ, അതിപ്പോ എന്റെ ഇല്ല. അതൊരു വിഷയമാണ്. നടരാജന്റെ കൈ കാണോ ഒരു 50 കൊടുക്കാൻ? ഉണ്ട്, 50,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജോലി നടരാജന്റെ വൈഫിന് വാങ്ങിച്ചു കൊടുക്ക്. അതിപ്പോ നമുക്ക് ജോലിയൊക്കെ ആർക്കെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഇതൊന്നും മുടക്കട്ടെ. ആ ജമന്തിക്ക് ഈ ജോലി കിട്ടാൻ ഞാൻ സമ്മതിക്കൂല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. ആദ്യം ഇത് മുടക്കാനുള്ള പരിപാടി ഞാൻ ഒന്നുകൂടെ ശക്തമാക്കട്ടെ. എന്റെ കരുക്കളെ ഞാൻ നീക്കി തുടങ്ങി. Alien versus Alien.